2026 ഏറ്റവും ആദ്യം പുറത്തിറങ്ങേണ്ടിയിരുന്ന വലിയ സിനിമകളിൽ ഒന്നാണ് വിജയിയുടെ ജനനായകൻ. ജനുവരി 9-നാണ് സിനിമ ഇനീഷ്യലി റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് കിട്ടാത്തത് കൊണ്ട് ഇപ്പോഴും സിനിമയുടെ റിലീസ് അനിശ്ചിതാവസ്ഥയിൽ തുടരുകയാണ്. എന്തുകൊണ്ടാണ് സെൻസർ ബോർഡ് ജനനായകന് സർട്ടിഫിക്കറ്റ് കൊടുക്കാത്തത്? ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം നമുക്കറിയാലോ. അതായത് 2026 കേരളത്തിലും തമിഴ്നാട്ടിലൊക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നുണ്ട്. സ്വന്തം പാർട്ടിയായിട്ടുള്ള TVKയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വിജയ് തമിഴ്നാട്ടിൽ നിന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ വർഷം മത്സരിക്കുന്നുണ്ട്. സോ ജനനായകൻ വിജയുടെ അവസാനത്തെ സിനിമയാണ് എന്നുള്ളത് ഒഫീഷ്യലി കൺഫേം ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ വിജയ് ഫാൻസിനെയും മറ്റ് സിനിമാ പ്രേമികളെയും സംബന്ധിച്ചിടത്തോളം ജനനായകന്റെ തിയേറ്റർ റിലീസും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ആഘോഷങ്ങളും എല്ലാം തന്നെ വളരെ പേഴ്സണലാണ്. ഇനി അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവാൻ സാധ്യതയില്ലല്ലോ. അപ്പോഴാണ് സിനിമ ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി നേരിടുന്നത്. വിജയ് ഇന്ന് സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു സ്റ്റാർഡമുള്ള ഒരു നടനാണ്. ഒരുപാട് പേര് തിയേറ്ററിലേക്ക് എത്തിക്കാനും സിനിമകളൊക്കെ വളരെ വലിയ വിജയമാക്കാനും വിജയ്ക്ക് സാധിക്കുന്നുണ്ട്. കരിയറിന്റെ പീക്കിൽ നിൽക്കുന്ന ഈ സമയത്ത് പുള്ളി സിനിമാ കരിയർ മതിയാക്കിയിട്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത് സ്വാഭാവികമായിട്ടും ഒരുപാട് പേർക്ക് അത്ര പിടിക്കില്ല. ഇലക്ഷൻ നടക്കാനിരിക്കുന്ന ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും വിജയ് നായകനാകുന്ന ജനനായകനിൽ ഒരുപാട് പൊളിറ്റിക്സ് സംസാരിക്കുകയും പുള്ളിയുടെ രാഷ്ട്രീയ എതിരാളികളെ സിനിമയിലൂടെ പറ്റുന്ന രീതിയിലൊക്കെ വിമർശിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അവർ തീർച്ചയായിട്ടും അവരുടെ കയ്യിലുള്ള അധികാരത്തിന്റെ ടൂൾ യൂസ് ചെയ്തിട്ട് സിനിമയ്ക്കെതിരെ പ്രവർത്തിക്കും എന്നുള്ളത് വളരെ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. ഇനി നമ്മൾ ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം നോക്കാം. എന്തുകൊണ്ട് സെൻസർ ബോർഡ് ജനനായകന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നില്ല? ജനനായകന്റെ പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള KVN പ്രൊഡക്ഷൻസ് ഡിസംബർ 18-ന് തന്നെ സെൻട്രൽ ബ്യൂറോ ഓഫ് ഫിലിം സർട്ടിഫിക്കേഷനിൽ സിനിമയുടെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് സമീപിക്കുന്നുണ്ട്. 27 കട്ടുകളാണ് CBFC ജനനായകനിൽ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അത് അംഗീകരിച്ചുകൊണ്ട് സിനിമയുടെ അണിയർ പ്രവർത്തകർ US സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് കാത്തിരുന്നു. 27 കട്ടുകളൊക്കെ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം വളരെ കൂടുതലാണ്. പിന്നെ സ്വാഭാവികമായിട്ടും ഇത് വിജയുടെ പ്രത്യയശാസ്ത്രത്തിന് എതിരായിട്ടുള്ള എല്ലാവരെയും പൊളിറ്റിക്കലി സിനിമയിൽ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇത്രയും വെട്ടിച്ചുരുക്കലുകളും ഉണ്ടാവും എന്നുള്ളത് പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യമാണ്. എന്നാൽ സിനിമയുടെ റിലീസ് അടുക്കാനായിട്ടും സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല. അങ്ങനെ KVN പ്രൊഡക്ഷൻസ് കോടതിയെ സമീപിക്കുകയാണ് ചെയ്തത്. എന്നാൽ കോടതി ഈ കേസ് പരിഗണിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ജനുവരി 9-നാണ്. അന്നാണ് സിനിമ ആക്ച്വലി റിലീസ് ചെയ്യേണ്ട ദിവസം. സിനിമ റിലീസ് ചെയ്ത് ആളുകളും ഫാൻസുകളും ഒക്കെ എൻജോയ് ചെയ്യേണ്ടിരുന്ന സെയിം സമയത്ത് തന്നെ സിനിമയുടെ ഭാവിയെ കുറിച്ചിട്ട് കോടതിയുടെ വെർഡിക്റ്റിന് വേണ്ടിയിട്ട് കാത്തിരിക്കേണ്ട ഒരു അവസ്ഥയാണ് പലർക്കും ഉണ്ടായിട്ടുള്ളത്. CBFC ഉന്നയിക്കുന്ന വാദം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ് CBFCയിലുള്ളത്. അതിൽ ഒരാൾ സിനിമയിൽ ഇന്ത്യയുടെ ഡിഫൻസ് ഏജൻസിയുടെ ചിഹ്നങ്ങൾ അനാവശ്യമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെന്നും മറ്റും ചൂണ്ടിക്കാട്ടിയിട്ട് ചെയർമാന് ഒരു പരാതി കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ റിവിഷൻ കമ്മിറ്റിക്ക് സിനിമ അയച്ചതിന് ശേഷം വീണ്ടും കണ്ടതിന് ശേഷം മാത്രമേ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ് CBFC പറയുന്ന ഒരു വാദം. എന്നാൽ അത്തരത്തിലുള്ള വാദങ്ങളൊന്നും പറ്റില്ല എന്നുള്ളത് സിംഗിൾ ബെഞ്ച് ഉത്തരവിടുന്നു. രാവിലെ അങ്ങനെയുള്ളൊരു ഉത്തരവ് വരുന്നു. പക്ഷേ CBFC വീണ്ടും അപ്പീലിന് പോകുന്നു. അങ്ങനെ ബെഞ്ചിലോട്ട് പോകുന്നു. ബെഞ്ച് വൈകുന്നേരം നടത്തുന്ന വേർഡിക്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അനാവശ്യമായിട്ട് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നമാണ്. കാരണം സർട്ടിഫിക്കറ്റ് കിട്ടാതെ എങ്ങനെയാണ് ജനുവരി 9 എന്ന് പറയുന്ന റിലീസ് ഡേറ്റ് ഇവർ പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് CBFC മുൻപോട്ട് വെച്ചിട്ടുള്ള ഒരു വാദവും. അത് കോടതി പരിഗണിക്കുകയും ചെയ്തു. കാരണം സർട്ടിഫിക്കറ്റ് കിട്ടാതെ സിനിമയ്ക്ക് എങ്ങനെയാണ് റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചത് എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയൊരു പോയിന്റ് എന്ന് പറയുന്നത്. പക്ഷെ നമുക്കറിയാം ഇപ്പൊ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ എല്ലാ സിനിമകളും പ്രത്യേകിച്ച് സൂപ്പർ സ്റ്റാർസിന്റെ സിനിമകളൊക്കെ തന്നെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപേ തന്നെ റിലീസ് ഡേറ്റ് ഓൾറെഡി പ്രഖ്യാപിച്ചിട്ടാണ് അവർ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുക പോലും ചെയ്യുന്നത്. പക്ഷേ ഇവിടെ അവർക്ക് CBFCക്ക് അതൊരു പോസിറ്റീവായിട്ട് മാറുകയും കോടതി അതിനെ അഡ്രസ് ചെയ്യുകയും ചെയ്യുകയാണ്. അങ്ങനെ ഇനി റിവിഷൻ കമ്മിറ്റിക്ക് വിടണോ വേണ്ടയോ എന്നുള്ള തീരുമാനം എടുക്കുന്നതിനുള്ള ഹിയറിംഗ് അല്ലെങ്കിൽ നെക്സ്റ്റ് മൂവ്മെന്റ് എന്ന് പറയുന്നത് ജനുവരി 21-ലോട്ടാണ് മാറ്റിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇത് നീണ്ടുപോകാനാണ് സാധ്യത. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ CBFCക്ക് വേണ്ടിയിട്ട് ഹാജരായിട്ടുള്ള അഡ്വക്കേറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ സീനിയർ ഗവൺമെന്റ് അഡ്വക്കേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അയാൾ വലിയ കേസുകൾക്ക് വേണ്ടിയിട്ട് അപ്പിയർ ആവുന്ന ഒരു അഡ്വക്കേറ്റ് ഈ ഒരു സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂവിൽ CBFCക്ക് വേണ്ടിയിട്ട് അപ്പിയർ ആവുക എന്നുള്ളത് ഒരു പോയിന്റ് ആണ്. സോ ഇനി ജനുവരി 21-ന് മാത്രമേ നമുക്ക് സിനിമ ഇനി എന്നാണ് റിലീസ് ആവുക എന്നുള്ളത് അറിയാൻ സാധിക്കുള്ളൂ. അതിനു മുമ്പ് KVN പ്രൊഡക്ഷൻസ് സുപ്രീം കോർട്ടിൽ അപ്പീലിന് പോയെങ്കിൽ അവിടെ എന്താണ് ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. മാത്രമല്ല ഫെബ്രുവരി അവസാനത്തോടെ തന്നെ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ വീണ്ടും ഒരുപാട് നിയമക്കുരുക്കുകളിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ പൊങ്കൽ അവധിക്ക് ശേഷം 21-ന് ഡിവിഷൻ ബെഞ്ച് എന്ത് തീരുമാനമാണ് എടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇത് വിജയെ തകർക്കാൻ മനഃപൂർവ്വമുള്ള ഒരു പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമാണെങ്കിൽ തന്നെ ഇപ്പോൾ നടക്കുന്ന ഈ വിവാദങ്ങളെല്ലാം വിജയ്ക്ക് അനുകൂലമായിട്ടല്ലേ വരുള്ളൂ എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്.
ഇനി 21-ന് ഒരു തീരുമാനം ഉണ്ടായി ഈ സിനിമ റിലീസാവുകയാണെങ്കിൽ സിനിമയ്ക്ക് ഇരട്ടി ഹൈപ്പായിരിക്കും ഉണ്ടാവുക. സിനിമ കാണാൻ പ്ലാൻ ഇല്ലാതിരുന്നവർ പോലും ഇനി സിനിമ കാണാൻ വേണ്ടിയിട്ട് പോകും. വിജയ് സിനിമകൾക്ക് ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള റിലീസ് പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. കത്തി, തലൈവ തുടങ്ങിയുള്ള സിനിമകളൊക്കെ എക്സാമ്പിൾസ് ആണ്. തലൈവ കേരളത്തിൽ റിലീസായതിനു ശേഷമാണെന്ന് തോന്നുന്നു തമിഴ്നാട്ടിലൊക്കെ റിലീസായത്. മെർസൽ സിനിമയിൽ അമ്പലങ്ങൾക്ക് പകരം ആശുപത്രികളാണ് വേണ്ടത് എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ഒക്കെ വിജയ് നടത്തിയത് കൊണ്ട് അതൊക്കെ വളരെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ ഡോക്ടർമാർക്കെതിരെ അനാവശ്യമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രശ്നങ്ങളും അന്നുണ്ടായിട്ടുണ്ട്. വിജയ് എന്ന് തൊട്ട് രാഷ്ട്രീയ അഭിപ്രായങ്ങൾ പൊതുസമൂഹത്തിൽ പറയാൻ തുടങ്ങിയോ, അല്ലെങ്കിൽ ഭാവിയിൽ പൊളിറ്റിക്സിൽ ഇറങ്ങും എന്നുള്ള സൂചന എന്ന് തൊട്ട് നൽകി തുടങ്ങിയോ അന്ന് മുതൽ വിജയും വിജയ് സിനിമകളും വേട്ടയാടപ്പെടുന്നുണ്ട്. ഇതിൽ നമുക്ക് വിജയെയും വിജയ് സിനിമകളെയൊക്കെ മാറ്റി നിർത്തിയാൽ പോലും ഇന്ന് സെൻസർ ബോർഡ് യൂസ് ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള ആശയപരമായിട്ട് വിയോജിപ്പുള്ള കാര്യങ്ങളുടെ മേൽ കത്തിവെക്കുന്ന ഒരു പ്രവണത നമ്മൾ ഒരുപാട് കണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ പരാശക്തിയാണെന്നുണ്ടെങ്കിലും അത്തരത്തിൽ ഒരുപാട് റിലീസ് പ്രതിസന്ധി നേരിട്ടിരുന്നു സെൻസർ ബോർഡിന്റെ ഭാഗത്ത് നിന്നുള്ള സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ. മാത്രമല്ല ഇപ്പോൾ നമ്മൾ മലയാളത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം ഇറങ്ങിയിട്ടുള്ള എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. കാരണം ഇന്ന് ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ അവർക്ക് വിപരീതമായിട്ടുള്ള പ്രത്യയശാസ്ത്രങ്ങൾ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഒരു കാര്യത്തെ ചൂണ്ടിക്കാണിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങൾ സിനിമയിൽ ഉൾപ്പെടുത്തുന്ന സമയത്ത് ഉള്ള അസഹിഷ്ണുതയുടെ പേരിൽ ഇത്തരത്തിലുള്ള അധികാര ഏജൻസികളെയൊക്കെ കൊണ്ട് സെൻസർ ബോർഡിനെയൊക്കെ കൊണ്ട് സിനിമയുടെ മേലെ അനാവശ്യമായിട്ട് കത്തിവെക്കുന്നതൊക്കെ ഇന്ത്യ പോലെ ജനാധിപത്യപരമായിട്ടുള്ള ഒരു രാജ്യത്ത് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. സിനിമ എന്ന് പറയുന്നത് തന്നെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഒരു ഇടമാണ്. നമുക്ക് ഒരു ഇഷ്ടമുള്ള കാര്യങ്ങൾ സിനിമയായിട്ട് കാണിക്കുക എന്നുള്ളതാണ്. സെൻസർ ബോർഡിന്റെ പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്തം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ ആർക്കൊക്കെ കാണാൻ സാധിക്കും, അല്ലെങ്കിൽ സിനിമയിൽ ഉള്ള കാര്യങ്ങളിൽ വെട്ടേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ മാത്രം വെട്ടുക എന്നുള്ളതൊക്കെയാണ് സെൻസർ ബോർഡിന്റെ പ്രാഥമിക ഉത്തരവാദിത്തങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ അതിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ രാഷ്ട്രീയ മുതലെടുപ്പുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ ഇത്തരത്തിൽ സെൻസർ ബോർഡിനെ യൂസ് ചെയ്യുക എന്ന് പറയുന്നത് ഇന്ത്യ പോലെ ജനാധിപത്യ രാജ്യത്ത് ഒട്ടും അനുവദിച്ചു കൊടുക്കാൻ സാധിക്കാത്ത ഒരു കാര്യമാണ്. സോ എന്താണ് ഇതിൽ നിങ്ങളുടെ ഒരു അഭിപ്രായം എന്നുള്ളത് കമൻ്റായിട്ട് അറിയിക്കുക. ജനനായകൻ ഇനി എന്ന് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അപ്ഡേറ്റ് എന്തായിരിക്കും, ഇനി എപ്പോഴായിരിക്കും റിലീസ് ചെയ്യുക എന്നുള്ളത് കമൻ്റായിട്ട് അറിയിക്കാം. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സെൻസർ ബോർഡിൻ്റെ അനാവശ്യ ഇടപെടലുകളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതും കമൻ്റായിട്ട് അറിയിക്കുക.